45 ലക്ഷം രൂപ തരികയാണ്. എന്നിട്ട് BJP-ക്കാരെ വന്നിട്ട് വോട്ട് ചെയ്യാൻ പറയണം. വോട്ട് ചെയ്യും കൊടുക്കും. ചേട്ടന്റെ കട മൊത്തം തീർക്കുക. ചേട്ടന് വീടും വെച്ചിരുന്നു BJP-ക്കാര്. അങ്ങനെ വോട്ട് കൊടുക്കുവോ? പൊന്നുകൊണ്ട് പൊതുകാന്ന് പറഞ്ഞാലും ഞാൻ എന്റെ അച്ഛനും എന്റെ ഭാര്യ വീട്ടുകാരും ഒക്കെ ആ പാർട്ടി വിശ്വസിക്കുന്ന. എന്ത് തന്നെ പറഞ്ഞാലും ഒരു കോൺഗ്രസ്സുകാരൻ മറ്റൊരു BJP എനിക്ക് ലക്ഷങ്ങൾ തരാന്ന് പറഞ്ഞാൽ ഒരിക്കലും പോലും വേണ്ടാന്ന്. അതെന്തിനാന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടി. നമസ്കാരം. 36 വർഷമായിട്ട് ഓട്ടോ തൊഴിലാളിയായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരുപാട് കടബാധ്യതകളും മറ്റുമൊക്കെ സാമ്പത്തിക പ്രയാസങ്ങളുള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്ന് 45 ലക്ഷം രൂപ നൽകാം, നിങ്ങൾ BJP-ക്ക് ഒരു വോട്ട് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത്. അതായത് 36 വർഷം ഓട്ടോ ഓടിക്കുന്നു, ഒരുപാട് കടബാധ്യതകൾ, പ്രയാസങ്ങൾ, ജീവിത പ്രയാസങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യൻ, ഒരു സാധാരണ തൊഴിലാളി. അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഒരിക്കലും ഇല്ല, പൊന്നുകൊണ്ട് മൂടിയാലും ഞാൻ BJP-ക്ക് വോട്ട് ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനൊരു കാരണമുണ്ട്, ആ കാരണം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ആദ്യം കാണുന്നത്. നമ്മൾ ആ ഓട്ടോ തൊഴിലാളി പറയുന്ന ആ വാക്കുകൾ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. 45 ലക്ഷം രൂപ തരികയാണ്. എന്നിട്ട് BJP-ക്കാരെ വന്നിട്ട് വോട്ട് ചെയ്യാൻ പറയണം. വോട്ട് ചെയ്യും കൊടുക്കും. ചേട്ടന്റെ കട മൊത്തം തീർക്കുക. ചേട്ടന് വീടും വെച്ചിരുന്നു BJP-ക്കാര്. അങ്ങനെ വോട്ട് കൊടുക്കുവോ? പൊന്നുകൊണ്ട് പൊതുകാന്ന് പറഞ്ഞാലും ഞാൻ എന്റെ അച്ഛനും എന്റെ ഭാര്യ വീട്ടുകാരും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരാ. ഞാൻ ചെറുപ്പം മുതൽ ആ പാർട്ടി വിശ്വസിക്കുന്ന. എന്ത് തന്നെ പറഞ്ഞാലും ഒരു കോൺഗ്രസ്സുകാരൻ മറ്റൊരു BJP എനിക്ക് ലക്ഷങ്ങൾ തരാന്ന് പറഞ്ഞാൽ ഒരിക്കലും പോലും വേണ്ടാന്ന്. അതെന്തിനാന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടി കൊണ്ട് ഞാൻ വേറെ എനിക്ക് ലക്ഷങ്ങൾ കിട്ടിയിട്ട് ഞാൻ വേറെ വോട്ട് ചെയ്യില്ലാന്ന്. അതിപ്പോ പരസ്യമായിട്ട് ഞാൻ പറയണേ. എനിക്ക് അല്ലെങ്കിൽ നേരിട്ട് പറയുന്നത് ഇത്ര ലക്ഷം രൂപ എനിക്ക് തരാൻ നിന്റെ കടം വിട്ടാന്ന് ഒരിക്കലും ചേട്ടന്റെ ജീവിതകാലം വേണ്ടാന്ന്. ഞാൻ എന്തിനാന്ന് ഞാനത് എന്റെ പാർട്ടിയോട് ചതിക്കല്ലേ ചീനെ. ചേട്ടന് ജീവിത നിലവാരം മെച്ചപ്പെടുന്നത് ഒരു വോട്ട് കൊടുത്താൽ മതി. ഇല്ലാന്ന് എന്തിനാന്ന്? അത് ഞാൻ എന്റെ പാർട്ടി ചതിക്കുന്നതല്ലേ. ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. 33 കൊല്ലമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളോടെ അല്ല 36 കൊല്ലമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാ. മനസ്സിലായി? നമ്മളത് ഇന്നും നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണ്. എനിക്ക് 60 വയസ്സായിരുന്നു. അപ്പൊ മറ്റൊരുത്തന്റെ നമുക്ക് ആവശ്യമില്ലാന്ന്, നമ്മൾ പണിയെടുക്കാൻ തയ്യാറാണ്. അദ്ദേഹത്തിന് 60 വയസ്സായി, 36 വർഷമായി ജീവിതത്തിൽ ഓട്ടോ ഓടിച്ച് ഉപജീവനം നടത്തുന്ന ആളാണ്. ഒരുപാട് കടബാധ്യതകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വോട്ട് താമരക്ക് ചെയ്യോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണിത്. ഇനി നമുക്ക് വേറൊരാളുടെ പ്രതികരണം കേൾക്കാം. അത് വളരെ പ്രശസ്തയായിട്ടുള്ള ഒരാളാണ്, ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകളാണ്. നമുക്ക് ആ വീഡിയോ കൂടി നമുക്കൊന്ന് കേൾക്കാം. കോൺഗ്രസിൻ്റെ മരിക്കാലും അരലില്ല. അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് വർക്ക് ചെയ്യാലോ BJP-ക്ക് വേണ്ടി എന്നുള്ളൊരു സന്തോഷം. പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ ഒരു ആത്മാർത്ഥ. അവരെന്തായാലും കോൺഗ്രസിൻ്റെ കള്ളത്തരങ്ങൾ പഠിച്ചിട്ടില്ല. ഞാൻ ശരിക്കും BJP-യിലേക്ക് വന്നത് മോദിജീനെ കണ്ടിട്ട് മാത്രമാണ്. അദ്ദേഹത്തിനെ പോലെയുള്ളൊരു നേതാവിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റണത് ശരിക്കും ഭാഗ്യമാണ്. എല്ലാവരും എന്നോട് ചോദിക്കും, ഇത്ര വിഡ്ഢിയാണോ കെ കരുണാകരൻ്റെ മകളായിട്ട്? അന്നത്തെ കാലത്തെ ഏറ്റവും ആഗ്രഹം എങ്ങനെയെങ്കിലും ഇന്ന് ഓടിയാൽ മതി എന്നായിരുന്നു. അതായത് ഇതിലെനിക്കിനി നിൽക്കാൻ വയ്യ, മറ്റേതൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് മനസ്സമാനായിട്ട് വർക്ക് ചെയ്താൽ മതി തന്നെ. അതെനിക്കിപ്പോൾ കിട്ടുന്നു. പിന്നെ ഞാൻ കുറേ കാലങ്ങളായി മോദിജിയുടെ ഇങ്ങനെ നോക്കി വരും. അപ്പോൾ എപ്പോഴും ഞാൻ നോക്കുമ്പം ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യാൻ എൻ്റെ അച്ഛൻ്റെ ഇതായിട്ടുള്ള ഇതാണ്. അപ്പോൾ എപ്പോഴും അദ്ദേഹത്തിലെ കാണുമ്പോൾ ഞാൻ അങ്ങനെ ഓർക്കുക. അങ്ങനെ ആയി നമുക്ക് ഒരാളെ നോക്കി നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നില്ലേ? അതാണ്, ഒരാളെ നോക്കി ഒരാളോട് ഇഷ്ടം തോന്നി BJP-യിൽ പോവുകയാണ്. അത് BJP-ക്ക് വോട്ട് കൊടുക്കുക മാത്രമല്ല, ആൾ തന്നെ BJP പ്രവർത്തകയായി മാറുകയാണ്. അതാണ് ഒരു കമ്മ്യൂണിസ്റ്റും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം. യാതൊരു പ്രയാസവുമില്ലാതെ BJP-യിലേക്ക് ചെല്ലാനും അവിടെ കുടിയേറാനും അവിടെ പെട്ടെന്ന് തന്നെ ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാനും കോൺഗ്രസ്സുകാർക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടത് പത്മജ വേണുഗോപാലാണ്. കെ കരുണാകരൻ എന്ന കോൺഗ്രസിൻ്റെ എക്കാലത്തെയും എല്ലാവരും ലീഡർ എന്ന് മാത്രം അഭിസംബോധന ചെയ്യുന്ന മരണപ്പെട്ടു പോയ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ മകൾക്ക് ജീവിതത്തിൽ പത്മജ വേണുഗോപാൽ എന്തൊക്കെ ആയിട്ടുണ്ടോ, എന്തൊക്കെ ഭരണത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ, ഒരു നേതാവിൻ്റെ മകളെന്ന പ്രിവിലേജ് കിട്ടിയിട്ടുണ്ടോ, അതൊക്കെ കോൺഗ്രസിൻ്റെ നേതാവായി കെ കരുണാകരൻ നിന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതൊക്കെ നേടിയിട്ടുള്ളത്. അതിനുശേഷം അവർ ഇതൊക്കെ നേടി അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അവർക്ക് ജീവിക്കാനും അതിനപ്പുറവുമുള്ള സൗകര്യങ്ങളും ആസ്തികളും മറ്റു സംവിധാനങ്ങളുമൊക്കെ ഉള്ള സമയത്ത് അവർ BJP-യിൽ പോകാൻ ആകെ കണ്ടത് ഒരുപാട് സമയം ഇങ്ങനെ തുടർച്ചയായി നരേന്ദ്രമോദിയെ നോക്കിയപ്പോൾ അവർക്ക് അവരോടുണ്ടായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ തൻ്റെ അച്ഛനെ പോലെ തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് BJP-യിൽ പോകുന്നത്. പക്ഷെ നേരത്തെ സംസാരിച്ച ഓട്ടോ ഡ്രൈവർ പറയുന്നത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയാണ്, പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് BJP-യിൽ പോകാൻ 45 ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ട് അത് എനിക്ക് പറ്റില്ല എന്ന് സാധാരണക്കാരനായ
ഒരുപാട് കടങ്ങളുള്ള, ബാധ്യതകളുള്ള, പ്രയാസങ്ങളുള്ള, ജീവിത പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യൻ പറയുന്നു എങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വളരെ വ്യക്തമാണ്.